അതിമനോഹരമായ ഒരു രാജഗോപുരത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് തെങ്കാശിയാണ്, തെക്കൻ കാശി. 7 നിലയുള്ള ഈ ഗോപുരം തെങ്കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. തെങ്കാശിയിലെ വിശ്വനാഥനെ തൊഴുന്നത് വാരണാസിയിലെ കാശിനാഥനെ തൊഴുന്നതിന് തുല്യമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. ദ്രാവിഡ രീതിയിലുള്ള ശിലാശില്പങ്ങളും ദ്വാരപാലകരും നർത്തകിമാരും കൊണ്ട് സമ്പന്നമാണ് തെങ്കാശിയിലെ ഈ ശിവക്ഷേത്രം. ശിലാനിർമ്മിതമായ മണ്ഡപങ്ങളും കൽത്തൂണുകളും ഉപദേവതാ ക്ഷേത്രങ്ങളും ശില്പകലയുടെ ഉദാത്ത മാതൃകകളാണ്. 13-ാം നൂറ്റാണ്ടിൽ പരാക്രമ പാണ്ഡ്യൻ എന്ന രാജാവാണ് ഈ ബമ്പൻ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇവിടത്തെ ശിവലിംഗം സ്വയംഭുവാണ്. വലിയ ശിലാപാളികൾ കൊത്തിയെടുത്താണ് മേൽക്കൂരകളും ഇടനാഴികളും നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലത്തിനോട് ചേർന്നുള്ള ഗോശാലയിലെ പശുക്കളാണിത്. തെങ്കാശി പട്ടണത്തിൻ്റെ നടുക്ക് തല ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് ട്രെയിനിലോ ബസ്സിലോ എത്തിച്ചേരുന്നത് വളരെ എളുപ്പമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിൽ വിശ്വനാഥനെ പ്രണമിക്കാൻ ഇപ്പോഴേ പുറപ്പെട്ടോളൂ.